أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. നമ്മളിന്ന് സൂറ ബഖറയിലെ അവസാനത്തെ ആയത്താണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഓതുന്ന ആയത്താണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പല നിലക്കും പലരോടും സംസാരിക്കുന്ന ആയത്താണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ഒരു ആയത്താണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എല്ലാവർക്കും ഏകദേശം അറിയുന്ന ഒരു ആയത്തായിരിക്കും. പക്ഷെ നമ്മൾ ആയത്തിൻ്റെ ഒരു ഡെപ്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതിനപ്പുറം പല മാനങ്ങളും ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ആയത്താണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരാളുടെ കഴിവിന് അപ്പുറത്തുള്ളൊരു സാധനം അവനെ കൊണ്ട് നിർബന്ധിക്കൂല. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹ് തരുന്നത് അത് നമ്മൾ കപ്പാസിറ്റിയിലുള്ള സാധനമാണ്. ലഹാ മാ കസബത്ത് അലൈഹാ മക്തസബത്ത്. എന്താണ്, നമ്മൾ ചെയ്ത നന്മക്കും നമ്മൾ ചെയ്ത തിന്മക്കും ഉത്തരവാദി നമ്മളായിരിക്കും. പിന്നെ അള്ളാഹ് ഇങ്ങനെ 5 പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ. അങ്ങനെ ഓരോ ആയത്ത്, അതായത് ഞങ്ങളെ ഭാരം ചുമപ്പിക്കല്ല റബ്ബേ, ഞങ്ങൾ മറന്നുപോയാൽ അതിനെ ശിക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ പുറത്ത് തരണേ, മാപ്പ് തരണേ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. അപ്പോൾ നീളമുള്ള ഒരു ആയത്താണ്, പക്ഷേ ഇന്നർ ലെവലിൽ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ആയത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ചെറിയൊരു സാധനം പറയാം, അതിനകത്ത് എനിക്ക് നിങ്ങളുടെ ഒരു എനിക്ക് ഫീഡ്ബാക്ക് എനിക്ക് അറിയണം. അതായത് ഇത് ബക്രയിലെ അവസാനത്തെ ആയത്താണല്ലോ. അപ്പോൾ അള്ളാൻ്റെ ഒരു ഹിദായത്ത് അതിനത്ര കനല്ല എന്ന് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു വെക്കാണ്. ഇത് ഫാത്തിഹ അവസാനിപ്പിക്കുന്നതും ഒരു ദുആയിലാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ ദുആ അത് റബ്ബേ ആ ഒരു ഹിദായത്ത് ഉണ്ടല്ലോ, ആ ഹിദായത്ത് തരണേന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹ അവസാനിക്കുന്നത്. എന്നാൽ ബക്കറ അവസാനിക്കുക, അത് കഴിഞ്ഞിട്ടുള്ള സൂറത്തുള്ള ബക്കറ അവസാനിക്കുന്ന എന്താണ്, ആ തന്ന ഹിദായത്ത് ഞങ്ങളെ മനസ്സിൽ നിർത്തണേ, അത് ഞാൻ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മാല, ഒരു ചങ്ങല, അങ്ങനെ ഒരു ബന്ധം എനിക്കിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ വായിച്ചപ്പോഴൊക്കെ ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നി? 2-3 കാര്യങ്ങൾ ഇങ്ങനെ, 2-3 പറയുമ്പോൾ മൊത്തം കൺവേ ആകുമെന്ന് അറിയില്ല. ഒന്നാമതൊരു സംഗതി, ഇതിൽ പൊതുവേ നമ്മൾ ഫസ്റ്റത്തെ 2 ഭാഗമാണ് പലപ്പോഴും വിശദീകരണത്തിന് എടുക്കുക. അതിന് ശേഷവും വിശദീകരണത്തിന് എടുക്കാൻ പറ്റിയ ഒരുപാട് ഭാഗങ്ങൾ മൊത്തത്തിലുണ്ട്. അതിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പം അതിൽ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആയത്തുകളാണെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ എന്ന് പറയുന്നുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്ന് പറയുന്നുണ്ട്. ഫത്തഖുല്ലാഹ മസ്തതഅതു എന്ന് പറയുന്നുണ്ട്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ബേസിക്കലി ഈ ആയത്തുകളൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് കഴിവിൽ അതീതമായിട്ട് അല്ലെങ്കിൽ അവന് കഴിവിൽ അപ്പുറമായിട്ടുള്ളൊരു സംഗതി കൊടുക്കില്ല, പ്രയാസമാണെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു മനുഷ്യന് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സംഗതി വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, പ്രയാസമായിക്കോട്ടെ, ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സാധനം വന്നു ചേർന്നു, അപ്പോൾ അവന് തോന്നുകയാണ് ഇത് എന്നെക്കൊണ്ട് പറ്റൂല എന്ന്. പക്ഷെ ശരിക്കും അത് മനുഷ്യനുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ മനുഷ്യൻ വിചാരിക്കുകയാണ് എനിക്കിത് പറ്റൂല. ശരിക്കും അത് പറ്റുമോ പറ്റില്ല എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു മാത്രമാണ്. അപ്പം ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റൂല എന്ന് ഒഴിവാക്കി പോകുന്നതിന് പകരം ആ കോട്ടയെ സംരക്ഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഓരോ കോട്ടകൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. കുടുംബമായിക്കോട്ടെ, പല അർത്ഥത്തിൽ ബിസിനസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ അർത്ഥത്തിലും ഓരോ കോട്ടകളും നമ്മൾ സംരക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കോട്ട ഉപേക്ഷിച്ച് പോവുകയല്ല നമ്മൾ വേണ്ടി, അവിടെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടി. അത് നമുക്ക് പറ്റുമെന്നുള്ള, അള്ളാഹു നമുക്ക് പറ്റുന്നതാണ് തന്നത്, പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരം,
ആ മരം ഇത് എത്രത്തോളം ആപ്റ്റാണെന്ന് അറിയില്ല. അപ്പോൾ ആ മരത്തിന് ഒരു കായ് കൊടുക്കുന്നത് ആ മരം അതിനെ സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ബിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അത് ആ കനത്തോട് കൂടി മാത്രം അതിനെ വളർത്തുള്ളൂ. അതുപോലെ നമുക്കും ഓരോ സാധനങ്ങൾ തരുന്നത് നമുക്കതിനെ ബിയർ ചെയ്യാൻ പറ്റും, നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ സംഗതികളെയും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണം. പഠിച്ചവൻ നമുക്ക് തന്നിട്ടുള്ളത് നമുക്കതിനെ വഹിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും, അതിനെ തരണം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയും പറയാറുണ്ട്, അതായത് ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു എളുപ്പം അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു രക്ഷയും കൂടി അള്ളാഹു അതിൽ നിശ്ചയിച്ചിട്ടുണ്ടാകും. മനുഷ്യനൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ളൊരു രക്ഷ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കൂടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും എന്ന് പുതിയ പണ്ഡിതന്മാർ പറയാറുണ്ട്. രണ്ടാമതൊരു സംഗതി ലഹാമ കസബത്ത് വാലിഹ മക്തസബത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ 2 വാക്ക്. എന്തുകൊണ്ടാണ് ലഹാമ കസബത്ത്, ലഹാമ കസബത്ത് എന്നും പിന്നെ വാലിഹ മക്തസബത്ത് 2 വാക്ക് ഉപയോഗിച്ച്? ശരിക്കും രണ്ടിടത്തും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പം കസബയും ഇക്തസബയും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കസബ എന്ന് പറയുമ്പം അതൊരു നോർമലി നാച്ചുറലി നമ്മുടെ അടുത്ത് നിന്ന് വരുന്നൊരു സംഗതിയാണ്. ഇപ്പം നന്മയും തിന്മയാണ് അവിടെ ഉള്ളതെങ്കിലും ലഹാമ കസബത്ത്, നിങ്ങൾ നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. വാലിഹ മക്തസബത്ത്, നിങ്ങൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിനക്കുണ്ട്. അതായത് കസബത്ത് എന്ന് പറയുമ്പം അവിടെ നന്മ ഡിനോട്ട് ചെയ്യാണ്. നന്മ എന്താണ്? നോർമലി നാച്ചുറലി സംഭവിക്കുന്നൊരു സംഗതിയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഒന്നും ഇടണ്ട. ഒരു നന്മ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എഫേർട്ട് ഇടണോ? ഒരു നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു തിന്മ ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മളുടേതായിട്ടുള്ളൊരു എഫേർട്ട് അതിൽ നിർബന്ധമാണ്. അപ്പോൾ ആ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ വാലൈഹ മക്തസബത്ത്, അത് നിനക്കുള്ളതാണ്, അല്ലെങ്കിൽ നിനക്ക് ആ തിന്മയുടെ അനന്തരഫലം നീ മാത്രം അനുഭവിക്കേണ്ടതാണ് എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്ന് ചില ആൾക്കാർ ഇങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയൊരു സംഗതി. അതിൽ എന്താണ് ഈ 2 ആയത്തുകൾക്ക് ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുള്ള ആയത്തുകളാണ്. ഇപ്പം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ ഈ ആയത്തുകൾ ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് എന്നുള്ള ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് ഇപ്പം ഈ ആയത്ത് തന്നെ പറഞ്ഞേക്കുന്നത് ലഹാമ കസബത്ത് ലഹ മക്തസബത്ത്, ആരെന്ത് നന്മ ചെയ്തോ അവനത് കിട്ടും, അതിൻ്റെ പ്രതിഫലം കിട്ടും. ആരെന്ത് തിന്മ ചെയ്തോ അതിൻ്റെ ഫലവും അവന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ പരലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ഭാവി എന്ന് വെച്ചാൽ ഭാവി എന്ന് പറഞ്ഞാൽ ആഖിറത്താണല്ലോ നമ്മളെ ഭാവി, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ബേസിക്കലി നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് നാളെ പരലോകത്തേക്ക് നമ്മുടെ കണക്ക് പുസ്തകം അതെന്താണ് നിറയുള്ളൂ. അപ്പം നമ്മളെന്താണ് തിന്മയാണ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നാളെ പരലോകത്ത് ഉണ്ടാവുക, നമ്മൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം ബേസിക്കലി നമ്മൾ ഇവിടെ പണിയെടുക്കേണ്ടത് നാളെ പരലോകത്തേക്ക് വേണ്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വലിയൊരു പണ്ഡിതൻ്റെ മോന അല്ലെങ്കിൽ നാട്ടിലെ വലിയ എന്താണ് ഇബാദത്തൊക്കെ ചെയ്യുന്ന നല്ല സൽക്കർമ്മിയായ ഒരു വാപ്പൻ്റെ മോനായതുകൊണ്ട് നാളെ സ്വർഗത്ത് കടക്കൂല. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഞാൻ മുസ്ലിമാണ്, പേരുകൊണ്ട് മുസ്ലിമാണ്, അതുകൊണ്ടൊന്നും നാളെ പരലോകത്ത് കടക്കൂല പഠിച്ചോൻ്റെ അടുത്ത്. എന്തെങ്കിലും കടക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്താണെങ്കിൽ പഠിച്ചോൻ്റെ അടുത്ത് റഹ്മത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പരലോകത്ത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ ബേസിക്കലി ഈ ലഹ മക്തസബത്ത് വാലേഹ മക്തസബത്ത് കൊണ്ട് എനിക്കും എന്താണ് ഇതിൽ പറയണമെന്ന് തോന്നിയത്. ഈ ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആയത്തായിരിക്കണം. അപ്പോൾ എനിക്കൊക്കെ വളരെ പേഴ്സണലി നമ്മളെപ്പോഴും ഇങ്ങനെ പല പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതായത് ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഇതെനിക്ക് താങ്ങൂല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കലി നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എല്ലാം കൂടി ആകുമ്പോൾ റബ്ബെ എന്നെ കൊണ്ട് ഇതാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ജോബിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ റബ്ബെ എനിക്ക് ഇതാവുന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇതിൻ്റെ കേപ്പബിലിറ്റിയിൽ ഇല്ലാത്തതാണല്ലോ. അപ്പൊ നമുക്കൊരു റിലീഫ് തരുന്ന പോലെ ഒരു ആയത്താണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ. സൊല്യൂഷനും പ്രാർത്ഥനയും വരുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷനും തന്നുകൊണ്ടാണ് ഈ ആയത്തുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആയത്തിനെ ആ നിലക്ക് കൂടുതൽ മനനം ചെയ്യാനും അതിനെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അവസാനിപ്പിക്കും.